അതേസമയം നമ്മുടെ ബിരിയാണി വന്നിട്ടുണ്ട്, മിർച്ചി കസലാനും റായ്ത്തയും വന്നിട്ടുണ്ട്, പിന്നെ നമ്മുടെ ഹലീമും വന്നിട്ടുണ്ട്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ കുറേ നാൾക്ക് ശേഷം ഹൈദരാബാദ് കിച്ചണിൽ വന്ന് എങ്ങനെയുണ്ടാവും. ഇപ്പോൾ ഇവിടുത്തെ ബിരിയാണി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതൊരു കിഡിലും സാധനം ഉണ്ട് അവിടുത്തെ കുർബാനി കമീട്ട ആപ്രിക്കോട്ട് വെച്ച് ഉണ്ടാക്കുന്ന പൊള്ളി സാധനമാണ്. അത് കേട്ടോ ആപ്രിക്കോട്ട് വെച്ച് ഉണ്ടാക്കുന്നത് നമ്മുടെ മിലൻ ജ്യൂസ് സോളിലൊക്കെ കിട്ടണ ഒരു സാധനമാണ്. കിട്ടിയ സാധനമാണത്. ഫുൾ ആപ്രിക്കോട്ടാണ്. ഞാൻ കഴിച്ചിട്ടുണ്ട്. അനുഭവം ഓൾറെഡി ഫുഡ് കഴിച്ചതുകൊണ്ട് അനുഭവം അങ്ങനെ എന്തെങ്കിലും കഴിക്കാനുള്ളതെന്ന് പറഞ്ഞു. ഇവിടെ ഉള്ള സാധനങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. ഇങ്ങനെ ഒരു മെനു ഉണ്ട്, ചൈനീസ് മെനു അങ്ങനെ എന്താണെന്ന് തോന്നുന്നുണ്ട്. അത് കൂടാണ്ട് ആ മെനു കൂടിയുണ്ട്. ഈ കല്യാണ ബിരിയാണി എന്ന് പറയുന്നത് ബീഫ് ബിരിയാണിയാണ് കേട്ടോ. ഹലീമുണ്ട്. അപ്പം മട്ടൻ ഹലീമും കൂടി പറഞ്ഞിട്ടുണ്ട്. അത് മെനുവിൽ കണ്ടില്ല കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മൾ കഴിച്ച ടേസ്റ്റായിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാം. ഇപ്പോഴാണ് കാണുന്നത്, ലാസ്റ്റ് പേജിലുണ്ട് മട്ടൻ ഹലീം. ഇനി എന്നാ നമുക്ക് ഹൈദരാബാദ് പോകേണ്ടത്? ഞാനും എനിക്ക് കൊതിയായിട്ട് വയ്യ വീണ്ടും പോകാൻ. എനിക്ക് എത്ര പോയാലും മതിയാവില്ല കേട്ടോ. എനിക്കിപ്പോൾ ഹലീം എന്ന് വായിച്ചപ്പോൾ എനിക്ക് മൊത്തം ഇങ്ങനെ മനസ്സിൽ മൊത്തം സ്ലൈറ്റ് ഷോ ആണ്. ഇതേ പറയില്ലെന്താ നോക്കിയേ. എനിക്ക് പക്ഷേ ചാർമിനാറിൻ്റെ ഫുഡ് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് കിങ് കോത്തൂർ റോഡിൽ പോയി ഹലീം കഴിക്കണതിൻ്റെ ആ ഒരു, അതുപോലെ ഷാ ഹൗസിൽ നിന്നുള്ള ഹലീം, പിസ്ത ഹൗസിൽ നിന്നുള്ള ഹലീം. ബൈ ദ വേ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഹൈദരാബാദ് ബിരിയാണി എന്ന് പറഞ്ഞാൽ ഹൈദരാബാദ് സെക്കന്ദരാബാദിലുള്ള ഒറിജിനൽ ബാവർച്ചിയിലെ ബിരിയാണിയാണ്. അതാണ് എൻ്റെ ഫേവറേറ്റ് ബിരിയാണി. പാരഡൈസിലെ ബിരിയാണി ഇഷ്ടമാണ്, നമ്മുടെ ഷതാബിലെ ബിരിയാണി ഇഷ്ടമാണ്, അതൊക്കെ ഇഷ്ടമാണ്. പക്ഷേ കഫേ ബഹാറിലൊക്കെ ഇഷ്ടമാണ്. പക്ഷെ എന്നാലും എൻ്റെ ഫേവറേറ്റ് ആണെന്ന് വെച്ചാൽ ബാവർച്ചിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഹൈദരാബാദ് ബിരിയാണി. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ഹൈദരാബാദ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് തന്നെയുണ്ട്. അതെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒറിജിനൽ ഓതൻറ്റിക് ഹലീം ഉണ്ടാക്കണതിൻ്റെ വീഡിയോ കാണാൻ പറ്റും. അതുപോലെ തന്നെ അത് ഞങ്ങൾ അവിടെ പോയി കഴിച്ചതിൻ്റെ വീഡിയോ കാണാം. ബാവർച്ചി, പാരഡൈസ്, എല്ലായിടത്തും ഐമാക്സ് പോയൊക്കെ വീഡിയോ ഉണ്ട് കേട്ടോ. ലയൺ കിങ് ആണ് കാണാൻ പോയത്. അതേസമയം നമ്മുടെ ബിരിയാണി വന്നിട്ടുണ്ട്, മിർച്ചി കസലാനും റായ്ത്തയും വന്നിട്ടുണ്ട്, പിന്നെ നമ്മുടെ ഹലീമും വന്നിട്ടുണ്ട് കേട്ടോ. ഹലീം കണ്ടിട്ട് കൊള്ളാം. കഴിച്ചു നോക്കട്ടെ. ഞാൻ കഴിച്ചു നോക്കാം ആദ്യം. ആദ്യം തന്നെ നമ്മളെ ഈ ലൈം ഇങ്ങനെ പിഴിയണം. അത് പിഴിഞ്ഞിട്ട് വേണം കഴിക്കാൻ. നമുക്ക് എങ്ങനെ ചെയ്യാം. കഴിച്ചു നോക്കുന്നില്ല. ആ ടെക്സ്ചർ ഉണ്ടോ? ഇതാണ് കറക്റ്റ് ഒരു ഹലീമിൻ്റെ ടെക്സ്ചർ. ഇതിൻ്റെ മട്ടൻ്റെ പീസ് കണ്ടോ? ഞാൻ കൊച്ചി കഴിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല ഹലീമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ കൊച്ചിയിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഹലീമിൻ്റെ കാര്യം പറഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹലീം പണ്ട് ഗസ്റ്റോ മലബാർ എന്നുള്ള കടയുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഹലീമാണ്. അത് പ്രോപ്പർ ചാർമിനാർ എന്നുള്ളൊരു ചേട്ടൻ വന്നിട്ട് ഉണ്ടാക്കിയിരുന്നതാണ് കേട്ടോ. എന്തായാലും ഇപ്പോൾ ഉള്ളത് വെച്ച് എനിക്ക് ഇതാണ് ഇപ്പോൾ കൊള്ളാമെന്ന് എനിക്ക് തോന്നിയത്. അത് മട്ടൻ ഹലീമാണ്, ചിക്കൻ ഹലീം അല്ല കേട്ടോ. അല്ലേ, നല്ലതല്ലേ? എനിക്ക് നന്നായിട്ട് തോന്നി. അപ്പോൾ നമ്മുടെ അടുത്ത ഐറ്റം വന്നിട്ടാ. നമ്മുടെ അടുത്ത ഐറ്റം വന്നിട്ടാണ് കുർബാനിക്ക് വേണ്ടത്. ആപ്രിക്കോട്ട് വെച്ച് ഉണ്ടാക്കുന്ന ഒരു ഡെസേർട്ടാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടോ നിനക്ക്? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ പ്രൈസ് മാത്രമാണ് എനിക്കൊരു ഇതായിട്ട് ഫീൽ ചെയ്തത്. 300 രൂപ എന്നുള്ളത്. ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളൂ. ഒരു കാര്യം എനിക്ക് അനുഭവിക്കാൻ പറയാനുള്ളത്, ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ക്യാഷുമാണ്. ഒരു ചെറിയ കാറച്ച ചുവയുണ്ട്. അത് മാത്രമാണ് ഞങ്ങൾക്കൊരു പ്രോബ്ലമായിട്ട് ഫീൽ ചെയ്തത്. അത് മാത്രം മൂട് കളഞ്ഞിട്ടോ. ബാക്കിയൊന്നും ഒരു കുഴപ്പമില്ല. ടേസ്റ്റ് വൈസ് അടിപൊളിയാണ്. ആ നട്ട്സ് അത്ര ഒരു ക്വാളിറ്റി ഉള്ള നട്ട്സായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തില്ല. മിർച്ചി കസലാൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അതായത് എല്ലാ മലയാളികൾക്ക് അങ്ങനെ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ടേസ്റ്റ് അല്ല. പക്ഷേ ഇത് കറക്റ്റ് മിർച്ചി കസലാൻ്റെ ടേസ്റ്റ് അല്ല എനിക്ക് തോന്നിയത്. കുറച്ച് മോഡിഫൈഡ് വെർഷനായിട്ട് തോന്നി. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് പേഴ്സണലി ഈ സാധനം ഇഷ്ടമാണ്. ഇനി നമുക്ക് താരമായ ബിരിയാണിയിലേക്കൊന്ന് കിടക്കാം. നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ബിരിയാണിക്ക്. റൈസിൻ്റെ ക്വാളിറ്റി കൊള്ളാം. പക്ഷേ റൈസ് കുറച്ചുകൂടി വേഗമായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. കുറച്ചുകൂടി സോഫ്റ്റ് ആവുമായിരുന്നു റൈസ്. പക്ഷെ ക്വാളിറ്റി ഓഫ് റൈസ് അടിപൊളി. ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. മണം കുഴപ്പമില്ല. അതായത് ഒതൻറ്റിക് ടേസ്റ്റ് ആണോ അല്ലെങ്കിൽ മണമാണോ എന്നുള്ളത് ഞാൻ നോക്കിയത്, വേറെ ഒന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടുന്ന് കഴിച്ച അപേക്ഷിച്ച് കുറച്ചും കൂടി ടേസ്റ്റ്
ബെറ്ററായിട്ട് ഫീൽ ചെയ്തു. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് കാണിച്ചാൽ. ചിക്കൻ നല്ല അസലായിട്ട് വെന്തിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ പറയണത് ഈ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അക്വയർ ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പൊതുവെ ഈ തലശ്ശേരി ബിരിയാണി ടൈപ്പ് ടേസ്റ്റുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുക. കാരണം ഇത് ഭയങ്കര സ്ട്രോങ് മസാലയാണ്. എനിക്ക് പേഴ്സണലി 2 തരം ബിരിയാണി ഇഷ്ടമാണ്. ഇതാണ് കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടം. റൈസ് കുറച്ചുകൂടി വെന്തിരുന്നെങ്കിൽ പൊളിച്ചാണ്, ഭയങ്കര സോഫ്റ്റാണ്. ഈ റൈസ് അങ്ങനെ സോഫ്റ്റ് ആവാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് റൈസാണ്. റൈസ് കുറച്ച് കട്ടിയായിട്ടിരിക്കും. നല്ല ക്വാളിറ്റി ഉള്ള റൈസ് കുറച്ചുകൂടി വെന്തിരുന്നെങ്കിൽ പൂ പോലെയാണ്. ഒരാൾക്ക് ഈ ബിരിയാണി കട്ട ഫില്ലിങ് കണ്ട 2 പേർക്ക് ഷെയർ ചെയ്ത് കഴിക്കുകയും ചെയ്യാം. ഇതെങ്ങനെയുണ്ട് കുർബാനയ്ക്ക് വേണ്ട? നീ അതിട്ടല്ലേ കഴിക്കാൻ പോണത്? അത് കഴിക്കാതെ അത്ര ഇഷ്ടപ്പെട്ടില്ല. നല്ലപോലെ ഇളക്കണം അത്. കുറച്ചുകൂടി കട്ടിയുണ്ടാവാറുണ്ട്. ഞാൻ കഴിച്ച് നോക്കിയിട്ട് പറയാട്ടോ. ഞാനിപ്പോൾ അത്ര ഇഷ്ടമായിട്ടില്ല. എന്തായാലും എനിക്ക് ആപ്രിക്കോട്ട് ഇഷ്ടമായില്ലേ? ഇവള് ഫിഗിൻ്റെ എന്തോ പറയാൻ പോയതാണ്. പിന്നെ അവള് പിന്നെ ഇത് തന്നെ അതിന്ന് പറഞ്ഞു. ഫിഗ് മതിയായിരുന്നാ? ഞാൻ കഴിച്ചിട്ട് പറയാട്ടോ. ഇത് ആക്ച്വലി ഡെസേർട്ടായിട്ട് കഴിക്കേണ്ടതാണ്. ഞാൻ അങ്ങനെ കഴിക്കണം. ആ ടേസ്റ്റ് ഇത് തന്നെയുണ്ടോ? ഇതൊന്നും കഴിച്ചോട്ടെ. കുരു കളഞ്ഞ ആപ്രിക്കോട്ടാണ്. നല്ല എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. അനുപയ്ക്ക് ആപ്രിക്കോട്ട് അങ്ങനെ വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്, അതുകൊണ്ടായിരിക്കാം. എനിക്കിഷ്ടപ്പെട്ടു, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. പ്രൈസ് എത്രയാണെന്ന് എനിക്ക് അറിയില്ല, നോക്കാം. ബില്ല് വരട്ടെ കേട്ടോ. അവളെ മോൻ നോക്കി. അവൾ വിചാരിച്ചേ ഹാജിയിലും അതുപോലെ തന്നെ നമ്മുടെ മില്ലൻ ജ്യൂസ് കോർണറിലൊക്കെ കിട്ടുന്ന പോലത്തെ മലായിലുള്ള സാധനമാണെന്ന് അവൾ വിചാരിച്ചേട്ടാ. വേറെ കോമഡി എന്താണെന്ന് അറിയാമോ? ഇത്ര നേരത്തെ ഒരു ഗ്ലാസ് വെള്ളം ഒന്നുമില്ല എന്നുള്ളതാണ്. വെള്ളം വെച്ചിട്ടുണ്ട്, ഗ്ലാസ് ഒന്നുമില്ല. ചോദിച്ചു മേടിക്കാം. ഹലീം സത്യം പറഞ്ഞാൽ അടിപൊളിയായിട്ടാ. പക്ഷെ ആ ഒറ്റ സാധനം ആ കാശുകൊണ്ടാണ് ആകെ കൊളാക്കി കളഞ്ഞത്. അതായത് അത് ഇട്ടില്ലായിരുന്നെങ്കിൽ പെർഫെക്റ്റ് ആണ് ഡിഷ്. മാറ്റി വെച്ച് കഴിച്ചാൽ മതി. അത് ഭയങ്കര കാണത്ത ടേസ്റ്റ്. ഗ്യാസ് ചോദിച്ചു മേടിക്കേണ്ടി വന്നു, പക്ഷെ തന്നോട്ടാ. എനിക്ക് ഭയങ്കര ഒത്തൻറ്റിക് ആയിട്ടുള്ള ഒരു ഹൈദരാബാദ് ബിരിയാണി ആയിട്ട് ഫീൽ ചെയ്തില്ല. പക്ഷേ ഈ അരി കുറച്ചും കൂടി വെന്തിരുന്നെങ്കിൽ നല്ലൊരു ബിരിയാണി ഒന്നും വിളിക്കാമായിരുന്നു. ഇതിപ്പോൾ ഒരു എബവ് ആവറേജ് അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. ചിക്കൻ നന്നായിട്ട് വന്നിട്ടുണ്ട്. ചിക്കൻ്റെ ക്വാളിറ്റി എല്ലാം മസാല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഹൈദരാബാദ് ബിരിയാണിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ സമയം 3 മണി 3:30 ഞങ്ങൾക്കൊരു സിനിമ ഉണ്ട് കേട്ടോ, ഫൈറ്റ് ക്ലബ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ അഭിപ്രായം നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ലോകേഷ് കനകരാജാണ് അതിൻ്റെ പ്രൊഡ്യൂസർ. ഞാൻ ഇത് തിന്നു നിർത്തട്ടോ. ഞങ്ങൾ ആ കശുവണ്ടി മൊത്തം മാറ്റി വെച്ചു. കാരണം അത് ഹലീമിനെ നശിപ്പിക്കാനാണ്. എനിക്ക് ഈ ബിരിയാണി വീട്ടിൽ പോയി ഒന്നും കൂടി ഒന്ന് ആവിയേറ്റ് അല്ലെങ്കിൽ മറ്റേ ഓവനിൽ വെച്ച് നല്ലപോലെ ചൂടാക്കി വേവിച്ച് കഴിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ നമ്മുടെ സമയമില്ല. അതായത് തിയേറ്ററിലേക്കാണ് ഞങ്ങൾ പോകണത്. പുറത്ത് വെച്ചൊക്കെയാണ്. ഇപ്പോൾ അവിടെ എനിക്ക് തിന്ന് തീർത്തേ പറ്റുള്ളൂ. വെള്ളം കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം റൈസ് ഭയങ്കര ട്രൈ ചെയ്യണം. നീ ഒന്ന് കഴിച്ച് നോക്കി, ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞ കാര്യം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അനുവയുടെ മൂഡ് പോയിട്ടാ, ഉദ്ദേശിച്ച സാധനം കിട്ടാത്തതുകൊണ്ട്, അതാണ്. പക്ഷെ ഞാൻ വീണ്ടും പറയണ ഹലീം വെരി ഗുഡാണ്. ഹൈദരാബാദ് ടേസ്റ്റ് അല്ലല്ലോ. ആ റൈസ് എങ്ങനെയുണ്ട്? കുറച്ചും കൂടി വേഗണം. റൈസ് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ചിക്കൻ നല്ല അസലായിട്ട് വെന്തിട്ടുണ്ട്, മന്തി പോലെ വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട് ചിക്കന്. ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് നല്ലപോലെ. നല്ല അസലായിട്ട് വെന്തിട്ടുണ്ട്. വെറുതെ സിമ്പിളായിട്ട് വരിപ്പോയി മന്തി പോലെ. ആ എടുത്തോ. ആ ഞാൻ വരുത്തരാം. ഇതാ ആ മറ്റേ ഇറച്ചി. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇത് മാത്രം ഞാൻ ബാക്കി വെച്ചപ്പോൾ നിങ്ങൾക്ക് പോയിക്കല്ലേ. ഞാൻ എന്തെങ്കിലും ബാക്കി വെക്കണമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അത് അത്രയും ടെറിബിളായിരുന്നു. അതും കശുവണ്ടി അത് അത്രയും മോശമായിരുന്നു. അതുകൊണ്ടാണ് അത് മാറ്റി വെച്ചേട്ടാ. ഹലീം അടിപൊളിയായിരുന്നു. പിന്നെ എനിക്ക് കുർബാനിക്കാൻ വേണ്ടി ഇഷ്ടപ്പെട്ടു. റൈത്ത ഓക്കെ 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 ഓക്കെ
ഗൈസ്, അപ്പോൾ എനിക്ക് വീഡിയോയിൽ എന്തൊക്കെ എനിക്ക് തോന്നി അതൊക്കെ ഞാൻ അവരോട് അവിടെ തുറന്ന് വന്നേട്ടാ. ബില്ലടച്ചതിന് ശേഷവും ഞാനത് പറയുള്ളൂ. കാരണം എനിക്ക് ബില്ല് ഫ്രീ ആയിട്ട് കിട്ടേണ്ട ആവശ്യമില്ല. എനിക്ക് ഇഷ്ടമല്ല അത്. ഞാൻ എപ്പോഴും പൈസ കൊടുത്ത് ഫുഡ് കഴിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ എന്നാലേ പൂർണ്ണമായിട്ടുള്ള അഭിപ്രായം പറയാൻ പറ്റുള്ളൂ എന്നുള്ള വ്യക്തമായ ബോധം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ബില്ല് വേണമെന്നൊക്കെ പറഞ്ഞ വെച്ചാൽ ഞാൻ സമ്മതിച്ചില്ല. ഞാൻ ബില്ല് അടച്ചിട്ടാണ് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. കസ്റ്റമേഴ്സൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് മാക്സിമം ഞാൻ കാര്യം പറഞ്ഞത്. എനിക്ക് തോന്നിയ കാര്യം ഇതൊക്കെയാണ്. അതായത് ഹലീം നല്ല ടേസ്റ്റുണ്ട്, നല്ല അസലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ആ കശുവണ്ടി അൾട്രാ പദ്ധതിക്കായിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ. അത് ഞാൻ അവരോട് പറഞ്ഞു. ആ കശുവണ്ടി വളരെ മോശമായിരുന്നു, കാർത്ത ടേസ്റ്റ് ഉണ്ടായിരുന്നുള്ള. പിന്നെ അരി നല്ല പൂ പോലെ വേകേണ്ട അരിയാണ്. അത് നേരത്തെ എടുത്തുകൊണ്ടാണ്, ദമ്മ് നേരത്തെ പൊട്ടിച്ചുകൊണ്ടാണ് അങ്ങനെ ആവാതെ പോയത്. അല്ലെങ്കിൽ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള തൂവൽ പോലെ ആവേണ്ട ഒരു അരിയായിരുന്നു. അതങ്ങനെ ആയില്ല. അത് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. കുറച്ചും കൂടി അങ്ങോട്ട് എന്താ പറയുക, കുറച്ചും കൂടി നേരത്തേക്ക് ദം ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാവുന്നേ ഉള്ളൂ. ഇറച്ചിയുടെ ക്വാളിറ്റി അടിപൊളി, നല്ല രുചിയുള്ള മസാല ഒക്കെ ഉണ്ട്. പക്ഷേ ഇവരുടെ ടാഗ്ലൈൻ എഴുതിയിരിക്കുന്ന ഒതൻറ്റിക് ഫ്ലേവർ ഓഫ് ഹൈദരാബാദ് എന്നൊക്കെയാണ്. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. ഹൈദരാബാദ് ബിരിയാണിയുടെ എൻ്റെ ടേസ്റ്റ് ബഡ്സ് വെച്ച് നോക്കുമ്പോഴേക്കും ഞാൻ എപ്പോഴും ഹൈദരാബാദ് പോയി കഴിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, ആ ഒരു രീതിയിൽ എനിക്ക് ഒതൻറ്റിക് ഹൈദരാബാദിൻ്റെ ബിരിയാണിയുടെ ടേസ്റ്റ് എനിക്ക് കിട്ടിയില്ല. പക്ഷേ ഇതൊരു എബോവ് ആവറേജ് ബിരിയാണി, കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്താൽ നല്ലൊരു അടിപൊളി ബിരിയാണി ആണുള്ള ചാൻസും ഉണ്ട്. അതാണ് എനിക്ക് തോന്നിയത് കേട്ടോ. കുർബാനിക്ക മീറ്റ കീട്ടില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹലീമും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ ഒരാൾ ഒട്ടും ഹാപ്പിയല്ല. മൂട് പോയി